പന്മനയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കാടുമൂടി ഉപയോഗശൂന്യമാകുന്നു. 34 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം പ്രവർത്തന സജ്ജമാക്കിയില്ല. പന്മന ടൈറ്റാനിയം മുക്കിന് സമീപത്തെ ടേക്ക് എ ബ്രേക്കാണ് കാടുമൂടി ഉപയോഗശൂന്യമാകുന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർക്ക് പ്രയോജനപ്പെടും വിധം ശൗചാലയവും ലഘുഭക്ഷണശാലയും ഉൾപ്പെടെ ഒരുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ യാത്രാക്ഷീണം തീർക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. KMMLന്റെ സ്ഥലത്ത് 34 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം പ്രവർത്തന സജ്ജമാക്കിയില്ല. ഇവിടെ സൗറ ടൈറ്റാനിയം ജംഗ്ഷനടുത്ത് ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. വർഷങ്ങളായി അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതൊന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്യദേശത്തുനിന്ന് വരുന്നവർക്കും വഴിയാത്രക്കാർക്കും ഒക്കെ കയറി ഒന്ന് വിശ്രമിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ യൂറിൻ പാസ് ചെയ്യാനോ ഒക്കെ കഴിഞ്ഞിരുന്നതിന്. ഇത് തുറസായ സ്ഥലങ്ങളിൽ വന്നിരുന്നാണ് സ്ത്രീകളൊക്കെ വന്നിരുന്നു ഇതിന് ഒരേ കാര്യങ്ങളും സാധിക്കുന്നത്. അടുത്തുള്ള പരിസരത്ത് കടക്കാർക്കും ഒക്കെ അതൊരു നല്ല ഉപകാരമായി മാറിയതിന് അന്നത്തെ MLA N. വിജയൻപിള്ള വകുപ്പ് മന്ത്രിയെ കണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയത്. യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്ന ഈ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ദേശീയപാത വികസന സമയത്താണ് നിലച്ചത്. നിലവിൽ ആഡംബര ബസ്സുകളിൽ വരുന്നവരുൾപ്പെടെ വിശ്രമ കേന്ദ്രത്തിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് വാഹനം നിർത്തി വിശ്രമിക്കേണ്ട സ്ഥിതിയാണുള്ളത്. പുതിയ സംരംഭകർ ഇത് ഏറ്റെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ദേശീയപാതയുടെ പ്രവൃത്തികൾ കഴിഞ്ഞാലുടൻ വിശ്രമ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.